ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ട്. ഈ ചാനലിൽ അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. ഇനി അങ്ങോട്ട് തുടർന്ന് ആക്റ്റീവ് ആകാനുള്ള പരിപാടിയിലാണ്. ഇത് ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അതായത് ഡ്രോയിങ് ട്യൂട്ടോറിയൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ ഡ്രോയിങ്സൊക്കെ പഠിക്കുന്നവരും ചെയ്യുന്നവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഞാനിവിടെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാനലിൽ ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ചിത്രരചനയിൽ തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോകളാണ് തുടർന്ന് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ ആദ്യത്തെ വീഡിയോ എൻ്റെ കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിത്രം വരച്ച് തുടക്കക്കാരുണ്ടാവും, അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്, പിന്നെ തുടർന്ന് നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആദ്യത്തെ വീഡിയോ ഞാൻ എൻ്റെ ഡ്രോയിങ് മെറ്റീരിയൽസ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നു. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഡ്രോയിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും വരച്ച് തുടങ്ങുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ മേടിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനും നിങ്ങളെപ്പോലെ തുടക്കക്കാരനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ബിഗിനറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാനും ഡ്രോയിങ് വരച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആവശ്യമില്ലാതെ കുറേ ഡ്രോയിങ് മെറ്റീരിയൽസ് ഇവിടെ മേടിച്ച് വെച്ചിരുന്നു. അതിൽ കുറേ ഞാൻ ഉപയോഗിക്കാതെ ഇപ്പോഴും അത് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഡ്രോയിങ്സിൻ്റെ ഇമേജുകളും ഞാൻ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ചെല്ലും. ഇൻസ്റ്റ ഫോളോ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഇൻസ്റ്റയിൽ കയറിയിട്ട് എൻ്റെ യൂസർ ഐ ഡി അടിച്ചാൽ മതി. ഈ ചാനലിൻ്റെ അതേ നെയിം തന്നെയാണ്, hrartworld എന്ന് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കാണാൻ പറ്റും. അക്കൗണ്ടിൽ കയറുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രോയിങ് മെറ്റീരിയൽസ്. ഇനി ഞാൻ ഇത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് മെക്കാനിക്കൽ പെൻസിലാണ്. പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവർക്കറിയാം ഈ ഒരു പെൻസിൽ അത്യാവശ്യകാരം. കാരണം വളരെ ലൈറ്റായിട്ടുള്ള ഔട്ട്ലൈൻസൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ പെൻസിൽ. കാരണം ഇതിൻ്റെ ലെഡ് വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഔട്ട്ലൈനൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഇടാൻ പറ്റും. ഇതതിൻ്റെ ലെഡാണ് തീരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നുള്ളത് ആർട്ട് ലൈൻ്റെ ഒരു ഗ്രാഫിക് പെൻസിലിൻ്റെ സെറ്റാണ്. ഇത് HB മുതൽ 10B വരെ വരുന്നുണ്ട്. ഷെയ്ഡിങ് ചെയ്യാനൊക്കെ വളരെ നല്ല ഉപകാരം കേട്ടോ ഈ പെൻസിൽ കൊണ്ട്. അപ്പോൾ ഇതൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഫേബർ കാസ്റ്റലിൻ്റെ ഒരു ചാർക്കോൾ സ്കെച്ചിൻ്റെ സെറ്റ്. ഇതിൽ ചാർക്കോൾ സ്റ്റിക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു പേപ്പർ സ്റ്റമ്പ് വരുന്നുണ്ട്, പിന്നെ 2 ചാർക്കോൾ പെൻസിൽ വരുന്നുണ്ട്, പിന്നെ ഒരു നീഡബിൾ എറേസറും വരുന്നുണ്ട്. ഇത് ഞാൻ 1-2 വട്ടം യൂസ് ചെയ്തിരുന്നു, പിന്നെ അവിടെ ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചു. ഇതാണ് അതിൽ വരുന്ന നീഡബിൾ എറേസർ. ഈ നീഡബിൾ എറേസറിൻ്റെ ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏത് ആകൃതിക്ക് വേണമെങ്കിലും കൊടുന്നുകൊണ്ട് എറേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പോയിൻ്റ് നമുക്ക് എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആകൃതിയിലേക്ക് ഈ നീഡബിൾ എറേസർ കൊടുന്നുകൊണ്ട് നമുക്കിത് എറേസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ചാർക്കോൾ സ്റ്റിക്കാണ്. നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർക്കോൾ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്തതിന് ശേഷം നല്ല ബ്ലാക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് ഈ ചാർക്കോൾ സ്റ്റിക്ക് വെച്ച് ചെയ്യാം. പിന്നെ വരുന്ന ചാർക്കോൾ പെൻസിൽ. ഇത് തന്നെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചാർക്കോൾ പെൻസിൽ. പിന്നെ അതിൽ വരുന്നത് പേപ്പർ സ്റ്റമ്പ്.
പേപ്പർ സ്റ്റമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. റിയലിസ്റ്റിക് പോർട്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പേപ്പർ സ്റ്റമ്പ്. പിന്നുള്ളത് മോണോ എറേസറാണ്. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചെറിയ പോയിൻറ്സും അതുപോലെ ചെറിയ ലൈൻസും ഹെയറിൽ വരുന്ന ഹൈലൈറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണോ എറേസർ ഉപയോഗിക്കുക. ഇതിപ്പോൾ തീർന്നിട്ടുണ്ട്. പിന്നെ വൈറ്റ് ജെൽ പെന്ന്. ഈ വൈറ്റ് ജെൽ പെന്ന് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പോർട്രേറ്റ് ഡ്രോയിങ്ങും അതേപോലെ പെൻസിൽ ഡ്രോയിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ പോയിൻറ്റ്സ് ഉണ്ടാവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ണിനുള്ളിൽ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി അതുപോലെ വൈറ്റ് ഹെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ വൈറ്റ് ജെൽ പെന്ന്. ഇതിന് കുറച്ച് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. 60 രൂപയാണ് ഈ ഒരു ഒറ്റ പെന്നിന് വരുന്നത്. പിന്നെ ബ്ലാക്ക് ജെൽ പെന്നാണ്. ഇത് ഞാൻ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ലൈൻസൊക്കെ വരില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ജെല്ല്. ഇതൊക്കെ ഇപ്പോൾ റിയലിസ്റ്റിക് പോർട്രേറ്റ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ്. നമ്മൾ സാധാരണ ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള ഒന്ന് ലെഡ് പെൻസിൽ അത്യാവശ്യകാരം, പിന്നെ ഈ ആർട്ട് ലൈൻ്റെ ഒരു സെറ്റ് അത്യാവശ്യകാരം, പിന്നെ ഒരു ചാർക്കോൾ പെൻസിലും. ഇത് മാത്രമേ നമുക്ക് ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ റിയലിസ്റ്റിക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു നൈഫ് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ചാർക്കോൾ സ്റ്റിക്കൊക്കെ ഷാർപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നൈഫ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പൊട്ടാത്ത രീതിയിൽ ഷാർപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഗ്രാഫിക് പെൻസിലിൽ വരുന്ന 10B 8B അതുപോലെ 6B ഇതൊക്കെ നമ്മൾ ഷാർപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഡ് പെട്ടെന്ന് പൊട്ടലുണ്ട്. അപ്പോൾ അതൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനത്തെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷാർപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് പാലറ്റ് നൈഫാണ്. അക്രലിക് പെയിൻ്റൊക്കെ ക്യാൻവാസിലൊക്കെ ഇത് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണും ഇതുകൊണ്ട് പെയിൻറ്റിങ് ചെയ്യുന്നത്. വളരെ നല്ല രസകരമായിട്ടുള്ള പെയിൻറ്റിങ്ങൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ തന്നെ കണ്ടപ്പോൾ വെറുതെ മേടിച്ച് വെച്ചെന്നുള്ളൂ, ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് മെക്കാനിക്കൽ ഷാർപ്പനറാണ്. ഇത് കംപ്ലൈൻ്റ് ആയതാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഇത് കുറേ കാലമായി വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിനി, പക്ഷേ ഇത് ശരിക്കും അങ്ങോട്ട് വർക്കാവുന്നില്ല. പിന്നെ അത് അവിടെ അങ്ങനെ ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചു. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കറക്കി കൊടുത്താൽ ഇത് ഷാർപ്പായിട്ട് കിട്ടും. ഇതിൻ്റെ വേസ്റ്റ് ഇതാ അടിയിൽ വരും. പക്ഷെ ഇതിപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഉപയോഗിക്കാതെ വെച്ചേക്കാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വാട്ടർ കളർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് കുറഞ്ഞ ബ്രഷാണ്. ഞാൻ ഇപ്പോൾ വാട്ടർ കളർ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. വില കൂടിയ വാങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ കുറഞ്ഞ റേറ്റിൻ്റെ ബ്രഷുകളാണ് ഇപ്പോൾ വാട്ടർ കളറൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ ഓയിൽ പേസ്റ്റിലാണ്. ഇത് കുറേ മുന്നേ മേടിച്ചതായിരുന്നു. ഇപ്പോൾ ഇത് ഉപയോഗിക്കലില്ല. ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ ചാനലിൽ ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 1 വർഷത്തോളമായി ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട്. ഓയിൽ പേസ്റ്റിൽ സംഭവം അടിപൊളിയാണ്. നമ്മൾ മെയ് കളറൊക്കെ അല്ലേ, മെയ് കളറിൻ്റെ അങ്ങാട്ടിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് ക്വാളിറ്റി കുറച്ച് കുറവുള്ളതാണ്. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത് ഇതിൻ്റെ വീഡിയോ ആണ്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ഇത് വാട്ടർ കളറ്. ഇതാണ് ഞാൻ പഠിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള വാട്ടർ കളറ്. 12 ഷെയ്ഡ്സാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ വാട്ടർ കളറൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിസ്റ്റ് വാട്ടർ കളറാണോ എന്ന് നോക്കുക. ഒരു സ്റ്റുഡൻസും ഉണ്ടാവും ആർട്ടിസ്റ്റും ഉണ്ടാവും. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും പഠിക്കാനാണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ തന്നെ വാങ്ങുക. ഏറ്റവും നല്ലത് ഇങ്ങനത്തേതാണ്. മറ്റേ കുറച്ച് ക്വാളിറ്റി കുറവേക്കാരം, റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതാണ് ഞാൻ കളർ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാലറ്റ്. ഇതിന് 50 രൂപയുള്ളൂ. പിന്നെ അതിൽ ഞാൻ ഒരു മെറ്റീരിയൽസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് ലേഡീസിനൊക്കെ അറിയുന്നതായിരിക്കും. മേക്കപ്പ് ബ്രഷിൻ്റെ സെറ്റാണ്. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ബ്രഷുകൾ നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ബ്രഷുകൾ ഉപയോഗിക്കും. അതിനു വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ഇതുവരെയായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല.
ഇതിനി ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രോയിങ് മെറ്റീരിയൽസ്. ഇനിയിപ്പോൾ നിങ്ങളിതിൽ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവർ നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് പഠിക്കുന്നവർ ഈ കാണുന്ന മെറ്റീരിയൽസ് ഒന്നും ഒരുപാട് വാങ്ങിക്കൂട്ടരുത്. ഞാൻ ഒരുപാട് വാങ്ങിക്കൂട്ടി ഇപ്പോൾ കുറേ ഉപയോഗിക്കാതെ അവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് പെൻസിൽ ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്നതിനാണ് വാങ്ങേണ്ടത്. ഒന്ന് മെക്കാനിക്കൽ പെൻസിൽ വാങ്ങാം, പിന്നെ ഈ ആർട്ട് ലൈൻ്റെ 10B വരെയുള്ള ഷെയ്ഡ് വരുന്ന ഈ പെൻസിൽ സെറ്റ് വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് ഒരു ചാർക്കോൾ സ്റ്റിക്കും നിങ്ങൾക്ക് മേടിക്കുക, അതേപോലെ ചാർക്കോൾ പെൻസിലും. പിന്നെ ഈ നൈഫ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുന്നവർക്ക് ഈ ഒരു മെറ്റീരിയൽസ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ റിയലിസ്റ്റിക് ചെയ്ത് പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ അതൊക്കെ വാങ്ങിക്കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വർക്ക് നന്നാവാതിരിക്കുമ്പോൾ നമ്മൾ പിന്നെ അത് അവിടെ അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് തന്നെ റിയലിസ്റ്റിക് ചെയ്തുകൊണ്ട് ഷെയ്ഡ് ചെയ്തുകൊണ്ട് അത് റിയലിസ്റ്റിക്കിലേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കധികം ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇതിൽ പിന്നെ ഇങ്ങനത്തെ ഒരു മാസ്കിംഗ് ടൈപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു മാർജം വരക്കൂലേ, അപ്പോൾ മാർജം അങ്ങനെ വരക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ മാസ്കിൻ്റെ ഇപ്പോൾ നമ്മൾ പേപ്പറൊക്കെ വെച്ചാണ്ട് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഈ മാസ്കിൻ്റെ ടൈപ്പ് എന്ത് ചെയ്യുക, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. പിന്നെ മാസ്കിൻ്റെ ടൈപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്മേൽ നന്നായിട്ട് ഗമ്മുണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് ഒഴിവാക്കണം. ഗമ്മ് നന്നായിട്ട് ഒഴിവാക്കിയതിന് ശേഷം വേണം അത് ഒട്ടിക്കാൻ. അല്ലാതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ കേട് വരാൻ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലുള്ള ഒരുവിധം മെറ്റീരിയൽസൊക്കെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റിയ ഒരുവിധം മെറ്റീരിയൽസൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ളതിലിപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഡ്രോയിങ് മെറ്റീരിയൽസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇതിൽ ബിഗിനറായിട്ടുള്ള ആർട്ടിസ്റ്റ്, അതായത് ഡ്രോയിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ളവർ ഇതിൽ മേടിക്കേണ്ട മെറ്റീരിയൽസ് ഒന്ന് മെക്കാനിക്കൽ പെൻസിൽ, പിന്നെ ഒന്ന് ഗ്രാഫിക് പെൻസിലിൻ്റെ ഒരു സെറ്റ്, പിന്നുള്ളത് ഒരു നൈഫ്, പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ഒരു നൈഫ് നിങ്ങൾക്ക് മേടിക്കാം. അതേപോലെ ചാർക്കോൾ സ്റ്റിക്ക്, ചാർക്കോൾ പെൻസിൽ, ഇതൊക്കെയാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മേടിക്കേണ്ടത്. പിന്നെ നമ്മൾ വർക്ക് നന്നാവുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ മേടിച്ചാൽ മതി. ആദ്യം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് നമ്മൾ ഡ്രോയിങ് ചെയ്ത് പഠിക്കണം. പിന്നെ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോകളിൽ നമുക്കത് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലുള്ള ഒരുവിധം മെറ്റീരിയൽസൊക്കെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുവിധം മെറ്റീരിയൽസൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഉപകാരമായില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി തുടർന്ന് ഞാൻ ഇതുപോലുള്ള ഡ്രോയിങ് ട്യൂട്ടോറിയൽസുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ചെറിയൊരു ബായ്.